നമസ്കാരം. എൻ്റെ തിയേറ്ററിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ കഥകൾ ഇവിടെ തുടരുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗൾഫ് പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ രാത്രിയിലാണ് ചെല്ലുന്നത്. അപ്പോൾ താഴെ ലൈറ്റുകൾ, ഭയങ്കര ബ്യൂട്ടി, നമ്മൾ പ്ലെയിനിൽ നോക്കുമ്പോൾ കാണാം. സന്തോഷമായി, ആകാംക്ഷയായി ചെന്നിറങ്ങി കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ ചെല്ലുന്ന പോലുള്ള ഒരു പ്രകൃതി, അത്ര ഗംഭീരമായ എയറോഡ്രോം. അവിടെ ഇറങ്ങി, അവിടുന്ന് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലിറങ്ങി. അവിടുന്ന് ആൾക്കാർ വന്നു, ഞങ്ങളെ കൂട്ടി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോവുക. അപ്പോൾ വണ്ടിക്കകത്ത് പോകുമ്പം അമ്പരചുംബികളായ ഒരുപാട് കെട്ടിടങ്ങൾ രണ്ട് സൈഡിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, കാഴ്ചകൾ കാണുക. അപ്പോൾ ഞാനവിടെ അന്വേഷിക്കുന്നത് ഒട്ടകത്തെയാണ്. കാരണം ഗൾഫിൽ ചെല്ലുമ്പോൾ ഒട്ടകത്തെ കാണാമെന്ന് പറഞ്ഞു. പക്ഷെ നഗരപ്രദേശത്ത് അങ്ങനെ ഒട്ടകം ഇല്ലല്ലോ, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. വളരെ സന്തോഷത്തിലും ഇതുമെല്ലാം കാഴ്ചകളൊക്കെ ഉണ്ട്. അറബികൾ പോകുന്നു, രസകരമായ ആ ഒരു തെരുവീതി കൂടിയുള്ള യാത്ര, ഭയങ്കര രസകരമായ യാത്ര. ഇങ്ങനെ വിട്ടു പോവാം. അങ്ങനെ പോയി ഞാൻ ഇപ്പം വെളിവശവും ഒന്ന് കാണാമെന്ന് വെച്ച് ഞാൻ വണ്ടിയുടെ കണ്ണാടി ജസ്റ്റ് തുറന്നപ്പം ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടാ AC ഇട്ടിരിക്കണം, അങ്ങനെ തുറക്കല്ലേ എന്ന് പറഞ്ഞു. കാരണം വീണ്ടും തിരിച്ചടച്ചു. നമുക്കറിയില്ല, അറിയില്ലായ്മ കൊണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്നു. റിസപ്ഷൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഡെക്കറേഷൻസൊക്കെ ഉള്ളൊരു ഹോട്ടൽ. അങ്ങനെ അവിടെ നിന്ന് റൂമുകളിലേക്ക് മാറി. റൂമിൽ ചെന്നപ്പോഴും അമ്പരതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു മുറി കണ്ടിട്ടില്ല. അത്ര ഭംഗിയായി അലങ്കരിച്ച് TVയും നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു റൂമിൽ 2 പേര് വെച്ചാൽ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് റൂം ഒരാൾ കൊണ്ട് കാണിച്ചു തന്നു. ഞാൻ ആ റൂമിൽ കയറിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതാണ് വിചാരിച്ചു. അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. TV വെച്ചിട്ട് TVയുടെ സൗണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് പെട്ടി പോലത്തെ ചെറിയ TVയാണ്. അറബി പരിപാടികളൊക്കെ കാണുന്നു. ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഈ റൂമിലോട്ടൊരു ഫോൺ വന്നു. അപ്പം ഞാൻ ഫോൺ വന്നപ്പോൾ ആരായിരിക്കും, എനിക്ക് റൂമിലോട്ട് ഫോൺ വന്നേ. മാറി വല്ലതും വന്നാൽ ഞാനത് എടുത്തില്ല. കുറച്ചു നേരം അടിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചുവെങ്കിലും ഞാൻ എടുത്തില്ലത്. കാരണം ആരാ എന്താണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ ഇനി ആ റൂമിൽ ഇതിന് മുമ്പ് താമസിച്ച ആർക്കെങ്കിലും വന്ന കോളാണോ അറിയില്ല. എൻ്റെ ചിന്തകൾ പോകുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെയും ഫോൺ അടിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ചെന്ന് ആ ഫോൺ എടുത്തപ്പോൾ അങ്ങേ തലയ്ക്കൊന്ന് ഒരു അറബിയാണ്. ഏതാണ്ട് പറയുക. ഞാൻ കിടുങ്ങിപ്പോയി. ഞാൻ ഇങ്ങനെ അത് റോങ് നമ്പർ എന്ന് പറഞ്ഞു. എന്ന് അവിടെ നമുക്ക് അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫോൺ വെച്ചു വെച്ചിട്ട് എനിക്കങ്ങ് വെട്ടി വീർക്കുക. ഏതിക്കാതെ ഇരിക്കുന്നെങ്കിൽ എന്നെ വിറക്കം എടുത്ത് ആരാ വിളിച്ചതെന്ന് അറിയത്തില്ല. ഞാനാകെ വരേണ്ടതില്ല. കാരണം വിളിച്ച അറബിയല്ലേ, തിരിച്ചു പറയാൻ ഭാഷ അറിയത്തില്ല. ഞാൻ ആരെ വിളിക്കുക, കാരണം റിസപ്ഷനെ വിളിക്കുന്ന ആ നമ്പറൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ വിഷമിച്ച് നിൽക്കുക. പിന്നെയും താണ്ട ഫോൺ അടിക്കുന്നു. ഞാൻ എന്താ പറയേണ്ടത്. ഞാൻ ചെന്ന് വീണ്ടും ഫോൺ എടുത്തിട്ട് കുറേ ധൈര്യമൊക്കെ സംഭരിച്ചു. അപ്പം അവിടുന്ന് പറയുന്നുണ്ട്. ഞാൻ ഫോണിൽ പറഞ്ഞു, ഹലോ, ദിസ് നമ്പർ ഈസ് റോങ് നമ്പർ, ഓക്കെ, നിങ്ങൾ വിളിക്കുന്ന ആളല്ല ഞാൻ, ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അറബിക്ക് വല്ല മനസ്സിലാവുക. പിന്നെ അങ്ങനെ ഫോൺ അടിക്കുന്നില്ല. അപ്പോൾ രാജേഷ് കപൂർമന കയറി വന്നു. കാരണം ഞാനും ഇവിടെ നമുക്ക് ഒരുമിച്ചാന്ന് പറഞ്ഞു. ആണോ, ഓ സന്തോഷം, ഒരാൾ കൂടെ ഉണ്ടല്ലോ. കാരണം അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കും, ഹിന്ദി അറിയാം നന്നായിട്ട്. ചില അറബികൾക്ക് ഭയങ്കരമായിട്ട് ഹിന്ദി അറിയാവുന്നവരുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, രാഷേ എന്നെ ഒരു അറബി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. രാഷ് ഭയങ്കര അതിശയത്തിൽ എന്നോട് ചോദിക്കുക, കണ്ണനോട് അറബിയായിട്ടൊക്കെ ബന്ധമുണ്ടോ, വന്നെന്ന് എങ്ങനെ അറിഞ്ഞോ പുള്ളി? ഞാൻ പറയാ അതല്ല, ഏതോ നമ്പർ മാറി എന്നെ വിളിച്ചതാ. ഞാൻ ആ ഫോൺ എടുത്തു. അവിടെ നിന്ന് മുടിഞ്ഞ കേട്ട അറബിയായിട്ട് എനിക്ക് പറയുക, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയും. രാഷ് വന്നോണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാമല്ലെന്ന് പറയും. രാഷ് അങ്ങ് ചിരിച്ചു. അയ്യോ അതായിരുന്നാ. ഞാൻ വിചാരിച്ചാൽ ഇനിയിപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പണ്ടങ്ങാണ്ടുള്ള ബന്ധങ്ങൾ വെച്ച് അറബികൾ വിളിച്ചു, സൗഹൃദം പുതുക്കാൻ വേണ്ടി വിളിച്ചാന്നൊക്കെ ഞാൻ കരുതിയെന്ന് പറഞ്ഞു. എന്നെ കളിയാക്കി.
എൻ്റെ സഹോദരൻ അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു നിൽക്കുക അവിടെ. കാര്യം ഈ രാജ്യവും ഇവിടുത്തെ രീതികളും ഇവിടുത്തെ ചിട്ടകളും എങ്ങനെയൊക്കെയാണെന്നും ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ ഓരോന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് കാണുക കേൾക്കുക, അനുഭവിക്കാനില്ല, അതൊക്കെ ഒന്ന് കാണുക കേൾക്കുക എന്നൊക്കെ ഉള്ളൊരു മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ ഇടയ്ക്കോട്ടാണ് ഈ പ്രതീക്ഷിക്കാത്ത അതിഥികൾ എന്ന് പറഞ്ഞ പോലെ ഈ അറബിയുടെ ഫോൺ വന്നതും എൻ്റെ മൈൻഡ് മാറി ഞാൻ തകർന്നു നിൽക്കുന്നത്. ഒരാഴ്ച പറഞ്ഞു കുഴപ്പമില്ല, കാണാം വരട്ടെ, നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം, അതിനിപ്പോൾ അതിനെന്താ, നമ്മൾ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയും. ഞാൻ പറഞ്ഞു സന്തോഷം, ഒരാളുണ്ടല്ലോ. അങ്ങനെ ഞാൻ അത് പറഞ്ഞു നേരെ ബാത്റൂമിൽ കയറി. നോക്കുമ്പോൾ അടിപൊളി ബാത്റൂമും ഭയങ്കര സെറ്റപ്പും ക്ലോസറ്റും ഇതൊക്കെ കാണുമ്പം തന്നെ ഭയങ്കര ഭംഗിയും ഇതൊക്കെ. ഞാൻ സ്വർഗത്തിൽ ചെന്നിരിക്കുന്ന പ്രതീതി, കാരണം അതൊക്കെ ജീവിതത്തിൽ ആദ്യം കാണുക. ഞാനിപ്പം പതുക്കെ ആ ക്ലോസറ്റിലൊക്കെ ഒന്നിരുന്ന് ഇതൊക്കെ നോക്കിയിട്ട് ചുമ്മാ വെള്ളം വരുന്ന അതിൽ രണ്ട് ഞെക്കി നോക്കിയപ്പോൾ ഞാൻ ചാടി ഒരൊറ്റ എഴുന്നേരാ. കാര്യം തിളച്ച വെള്ളമായിരുന്നു. ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഷീറ്റുന്നൊരു സംഭവമുണ്ട്, അങ്ങനത്തെ ക്ലോസറ്റാണ്, അറിയത്തില്ലായിരുന്നു. ഷോ ചാടിയാനും വീട്ടിൽ നടന്ന പോലെ ചാടി എഴുന്നേറ്റു. അയ്യോ വെച്ചു രാവിലെ കൊണ്ട് വെച്ചാൽ എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാനത് തുറന്നപ്പോൾ വെള്ളം ഇങ്ങനെ വീണു. പറഞ്ഞു അങ്ങനെ ഉണ്ടോ? ഞാൻ പറഞ്ഞു പിന്നെ രാഷ്ട്രീയ ഇല്ല, ഞാൻ പോയില്ല, എനിക്ക് പോകാൻ വേണ്ടിയിരിക്കാൻ അറിഞ്ഞു നന്നായി കാര്യം. ഞാൻ ചിലപ്പോൾ അത് കയറിയിട്ട് ഞെക്കാനോ എന്ന് പറഞ്ഞു. അപ്പം വലുതായിട്ട് പൊള്ളിയില്ല, ചെറിയൊരു പുകച്ചിലേ ഉള്ളൂ. അങ്ങനെ വേണ്ട വീണ്ടും ഫോൺ അറബിയുടെ. ഞാൻ പറഞ്ഞു ഇത് കൂനുമ്പ കുരുവാണല്ലോ, ഒന്ന് സംഭവിച്ചപ്പോൾ വീണ്ടും ആ പുള്ളി കിടന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പറഞ്ഞു ഞാൻ നോക്കട്ടെ. പുള്ളിക്കാരൻ ഞാൻ ഫോൺ എടുത്തിട്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെ സംസാരിച്ചു. കഴിഞ്ഞു ഓക്കെ എന്തൊക്കെയോ പറഞ്ഞു, ഫോൺ വെച്ചു. എന്നോട് പറഞ്ഞു കാരണം അത് ഇത് റൂം മാറി വന്നതാണ്, റിസപ്ഷൻ വന്നിട്ട് ആരെയും ഫ്രണ്ട്സിനെ വിളിച്ചതാണ്, അല്ല മറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞു ഓ ശരി, സന്തോഷം, ഇപ്പം വിവരം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പുറമൊക്കെ ഒന്ന് കാണണം, ഇതിൻ്റെ വെളിയിലേക്കൊന്ന് പോകണം എന്നൊക്കെ ഒരാഗ്രഹം. അപ്പം ഇതിന് റഹ്മാനേക്കൊക്കെ വന്ന് പറഞ്ഞു നമുക്ക് എല്ലാവരും എൻ്റെ റൂമിൽ വരണം, നമുക്കിരുന്നിട്ട് ഡിസ്കസ് ചെയ്യണം, കാരണം സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ റൂമിൽ ചെന്നു. പാട്ട് പാടുന്ന പെൺകുട്ടിയുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇരുന്നപ്പോൾ തന്നെ ഒരാളൊരു ആഗ്രഹം പറഞ്ഞു. റഹ്മാനിക്ക് അന്ന് 2-3 പടത്തിൽ ഹിറ്റ് പടത്തിൽ അഭിനയിച്ചിട്ടിരിക്കും, അശോകനൊക്കെ ഒരു പടം. അപ്പോൾ ആ പടം എൻ്റെ കാസറ്റ് പെട്ടി കാസറ്റാണ്, VCR എടുത്തിട്ട് അതിട്ട് എല്ലാം കൊണ്ടൊന്ന് കാണണം. അഭിനയിച്ച ആളോടെ ഇരിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ ഒരു ത്രില്ലിംഗ് അല്ലേ. കാര്യം ഇതൊക്കെ അനുഭവമാണ്. കാര്യം ഇതിനകത്തുള്ള പടമൊക്കെ ഇട്ട് കാണുന്ന റൂമിലിരുന്ന് പ്രൈവറ്റായിട്ടിരുന്ന് കാണാൻ പറഞ്ഞ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് എന്നെയൊക്കെ സംബന്ധിച്ച്. ഇക്കയൊക്കെ സംബന്ധിച്ചാണെന്നില്ല, ഇക്കയൊക്കെ ഒരുപാട് പോയിട്ടുള്ളതുകൊണ്ടറിയാം. അപ്പം അങ്ങനെ അതിനെ കാസറ്റൊക്കെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ താഴെ റിസപ്ഷനിലെ ആൾ വിളിച്ച് പറഞ്ഞു, അങ്ങനെ കാസറ്റും ഒക്കെ എടുത്തു. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പം ഈ കാസറ്റ് മാറിപ്പോയിട്ട് വേറെ പടമാണ് വരുന്നത്. ആ പാടുന്ന പെണ്ണ ആദ്യം എഴുന്നേറ്റ് ഒറ്റ ഓട്ടോ. ഞങ്ങളെല്ലാം അതിശയിച്ച് നോക്കിയിരിക്കും. ആർക്കെന്താ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയത്തുമില്ലല്ലോ. അതൊരാൾ പറയാം റീവൻ അടിക്കുന്നു പറഞ്ഞാൽ എവിടെ റീവൻ അടിച്ചാൽ പോകും. റീവൻ അടിച്ചാൽ പിന്നെ കൂടി വരുന്നതേ ഉള്ളൂ. എല്ലാവരും ഓപ്പ് ചെയ്തു. റിസപ്ഷൻ വിളിച്ചിട്ട് തന്നവർ ആളെ വിളിച്ചിട്ട് റഹ്മാനൊക്കെ ചൂടായി. ഇതെന്താ പടം? അപ്പം അവർ പറയുന്നത് ഈ ഇങ്ങനെയുള്ള കാസറ്റിൻ്റെ മലയാള സിനിമയുടെ പേരുകൾ അവരിട്ടിരിക്കും. അന്നത്തെ കാലത്ത് അതുകൊണ്ട് കലിപ്പില്ല. അങ്ങനെയാണ് ഈ സാറ് പോകുന്നതെന്ന് പറഞ്ഞു. അതൊരു വലിയ അനുഭവമായി. ചിരിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇതെല്ലാം കഴിഞ്ഞു റൂമിൽ വന്നു, ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ വന്നിരുന്നപ്പം വേണ്ട ഈ അറബിയുടെ വിളി പിന്നെയും ഞാൻ അങ്ങ് തകരുമല്ലോ. എനിക്ക് ഞാൻ എന്നെ പറയേണ്ടത് പിന്നെയും വിളിക്കും അറബി. ഞാൻ എടുത്തില്ല. വേണ്ട ഒരാൾ വിളിക്കട്ടെ, എടുക്കുന്നില്ല. എനിക്ക് സംസാരിക്കാൻ ഭാഷ അറിയാൻ പറ്റില്ല. വിളിച്ച ഒന്നും അറിയത്തില്ല, അറബി പേര് പോലും പറയാൻ അറിയത്തില്ല എനിക്ക്. അത് കഴിഞ്ഞു കുറേ നേരം റിങ് അടിച്ചിട്ട് നിന്നു. പിന്നെ രാഷ് വന്നു. ഞാൻ പറഞ്ഞു രാഷ ഇങ്ങനൊരു സംഭവമാണ്, നമുക്ക് റൂം മാറാം, ഇവിടുന്ന് വേറെ ഏതെങ്കിലും റൂമിലോട്ട് പോകും. എനിക്ക് പറ്റത്തില്ല, ഈ പുള്ളി ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ പറയണ്ടേ എന്തായാലും. കാരണം അത് സാരമില്ല, അത് അങ്ങനെയൊക്കെ അവർ വിളിക്കുമ്പോൾ നമ്മൾ എടുക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ വിളിച്ചിട്ട് റോങ് നമ്പർ പറഞ്ഞാൽ മതി എന്ന് പറയും. ഞാൻ പറയും എന്നാലും ഒരു പരിധിയില്ല, നമുക്ക് എനിക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നില്ലെന്ന് പറയും. അങ്ങനെ സന്ധ്യയ്ക്ക് ജാഫർ റൂമിലോട്ട് കയറി വന്നു.
എൻ്റെ റൂമിലോട്ട് ഒരു അറബി വിളിക്കുക. എന്തിനാണെന്നറിയത്തില്ല. ഞാൻ കിടിങ്ങി, അവിടെ വിളിച്ചോ? ആ, എന്നെ വിളിച്ചു. അപ്പം ശരിയാ, റൂമാർ വിളിക്കുന്നത് ഇവിടെ കിടന്ന് എന്നെ ഇപ്പം വിളിച്ചിട്ട് കൊണ്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. അതിങ്ങനെ ചിലപ്പോൾ മാറി വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു ചിലപ്പോൾ മാറി വരുന്നതായിരിക്കും, നമുക്കറിയത്തില്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റോജി, കോട്ടൺ റോജി ഉണ്ട്, കോട്ടൺ റോജി കണ്ടു. റോജിയോട് പറഞ്ഞു. റോജി പറഞ്ഞു എൻ്റെ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കാനും റിങ്ങുണ്ട്, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അവസാനം വിളിച്ച് റിങ് അടിച്ച് വെച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം എടുത്തു, പിന്നെ ഞാൻ എടുത്തിട്ടേ ഇല്ല. അതുകൊണ്ട് ആ അറബി പിന്നെ ഇപ്പോൾ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്ത് ആരുടെ ഇത് മാത്രം വിളിക്കുക, നമ്മൾ വരുമ്പം. അപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ സ്പോൺസർമാരിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും, കാരണം അവിടെ ഷോ സ്പോൺസർ ചെയ്യുന്നത് അറബിയിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി ഷോ. ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമുണ്ട്, എവിടെയാണ് ഫസ്റ്റ് ഷോ. പരിപാടി നേരത്തെ പോയി റൊമാനിക്കായിട്ടൊക്കെ അവിടെ ചെന്നു, പരിപാടി കളിച്ചു. അതിഗംഭീര പരിപാടി, നല്ല രസകരമായിട്ട് പോയി. അത് കഴിഞ്ഞ് ഉമ്മൽ കൊയ്മ, റാസൽ കൊയ്മ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അലൈന്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഷോ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിക്കാണ് വരുന്നത്. ചിലപ്പോൾ അവിടുത്തെ 1 മണി 2 മണിയൊക്കെ ആവും. റൂമിൽ വന്ന് കയറി ഡ്രസ്സ് മാറുമ്പോൾ ഈ അറബി വിളിക്കും. ദൈവമേ, ഞാൻ ഇത് അപ്പോൾ ഇത് ആരാ ഇത്? നമ്മൾ വന്ന് റൂമിൽ കയറി ഉണ്ടെന്നറിയുമ്പോഴത്തേന് ഫോൺ വരുന്നു എന്നുള്ളത് വരിക. ഞാൻ അങ്ങനെ സ്വസ്ഥതയില്ല. എന്നിട്ട് ഞാൻ റഹ്മാനൊക്കെ പറഞ്ഞു എനിക്ക് റൂം നേർത്താക്കുക, എനിക്ക് പറ്റത്തില്ല. പിന്നെ ഫോൺ അടിക്കുമ്പോൾ രാജേഷ് എടുത്തോളൂ, രാജേഷ് എടുക്കും, അങ്ങനെയൊക്കെ ആയി. അപ്പം എനിക്കൊരു ഇതാരാന്നറിയാം. ഞാൻ റിസപ്ഷനിസ്റ്റ് ചെന്നു. പിറ്റേ ദിവസം രാവിലെ റിസപ്ഷനിൽ ഞാൻ ചോദിച്ചേട്ടാ ഇങ്ങനെ ഒരു ഫോൺ വരുന്നു, ഇവിടെ നിന്ന് അറബികൾ വന്ന് വിളിക്കും. പറഞ്ഞു ഉണ്ട്, ഇവിടെ ആൾക്കാർ വന്ന് റൂമിലോട്ട് വിളിച്ചിട്ട് അവരുടെ ചിലപ്പം സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്, ഇവിടെ വിളിക്കാറുണ്ട്. നമ്പർ മാറുമെല്ലാം വന്നോ? വന്നു. എനിക്ക് വലിയ ശല്യമായിട്ടാ. അത് ശല്യമാണെന്ന് തോന്നണ്ട, അത് നമ്മൾ പറഞ്ഞ് പറഞ്ഞാൽ മതി. ഇന്നലെ രാത്രി 2 മണിക്ക് പരിപാടി കഴിഞ്ഞ് വന്ന് കയറി ആ ഡ്രസ്സ് മാറുന്ന സമയത്ത് പുള്ളി വിളിച്ചിരിക്കുന്നു ഈ അറബി. ചേട്ടാ അത് ഇനിയും വന്നെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ ഒന്ന് ഭാഷ അറിയാമെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഭാഷ അറിയാമില്ലാത്തവരോട് ഇങ്ങനെ പറയില്ലോ എന്നൊന്ന് പറയണത്. അപ്പോൾ റിസപ്ഷൻ ചിരിച്ചിട്ട് പറഞ്ഞു അതിനിപ്പോൾ വിഷമിക്കണ്ട, നമുക്ക് ഇവിടെ വരുന്നവരൊക്കെ ഒരുമാതിരിപ്പെട്ട കസ്റ്റമേഴ്സാണ്, അവരെയൊക്കെ അറിയാവുന്നതാണ്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ റൂമിലൊക്കെ പോയി. അങ്ങനെ സന്ധ്യയായപ്പോൾ അവിടെ റിസപ്ഷനിൽ പറഞ്ഞു അവിടെ ഈ കടത്തുവഞ്ചിയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്, ഇവിടെ അല്പം നടന്നാൽ മതി. മിഡിൽ ഈസ്റ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, അവിടെ നല്ല രസമാണ്, കടലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഞാനിങ്ങനെ പതുക്കെ ഒറ്റയ്ക്ക്, പിന്നെ ഏതാണ്ട് സാധനം വേണം, ഒരു കാർഡ് വേണം. അപ്പം റിസപ്ഷനിൽ നിന്ന് ഞാൻ ഹോട്ടലിൽ ഒരു കാർഡ് മേടിച്ചു. അപ്പം വന്നിട്ട് ഒരു 5-6 ദിവസമായി, ഇപ്പം ചെറിയൊരു പരിചയമായി, ആ ഏരിയ ഒക്കെ പരിചയമായി. അപ്പോൾ ഞാൻ ഇത് മേടിച്ചു. സന്ധ്യയായപ്പോൾ അന്ന് പരിപാടിയില്ല. ഇങ്ങനെ ഒരു അവിടുത്തെ ഒരു 5:30-6 മണി ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ നടന്നു. ചെറിയ ചൂട് കാറ്റുമൊക്കെ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ഇപ്പോൾ കടത്തുവഞ്ചിയുടെ അവിടെ ചെന്നു. ഞാൻ നോക്കുമ്പം ഒരു നല്ലൊരു ഷോറൂം, അത് ഫ്രിഡ്ജോ ഇങ്ങനെയുള്ള ഓവനൊക്കെ വിൽക്കുന്ന ഒരു നല്ലൊരു ഷോറൂം. ആ ഷോറൂമിൻ്റെ അവിടെ കൂടെ നടക്കുമ്പോഴത്തേക്കും ഒരാളിങ്ങനെ വന്നിട്ട് ഹലോ പിന്നെ കൈ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, ഇതാരായിരുന്നു? പറഞ്ഞു ഒന്ന് വരൂ പറഞ്ഞു. ഞാൻ ഡോറ് തുറന്ന് ആ കടയ്ക്കകത്തോട്ട് കയറിയപ്പോൾ 2 പേര് ഇരിപ്പുണ്ട്. പരിപാടിക്ക് വന്നതല്ലേ? പറഞ്ഞു അതെ, ഞങ്ങൾ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു, കൊള്ളാം, നന്നായിട്ടുണ്ട്, നിങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്, നല്ല ഇറങ്ങുമ്പോൾ അല്ലേ? പറഞ്ഞു അതെ. എൻ്റെ പേര് തോമസ് എന്നാണ്, എൻ്റെ നാട് തിരുവല്ലയാണ്, ഞാൻ ഇവിടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, ഈ ഷോപ്പിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൽ പോകുമ്പം വിളിക്കും, വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു അശോകൻ ചേട്ടൻ പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടനും അവിടെ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ ആ പരിചയം കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അറിയുന്നത് ഈ തോമസ് എന്ന് പറഞ്ഞ ആൾ കേരളത്തിലെ നമ്പർ 1 പ്രൊഡ്യൂസർമാരിൽ ഒരാളായ തോമസ് തിരുവല്ല എന്ന് പറഞ്ഞ അച്ചായനാണ്. അച്ചായൻ്റെ മേഹുമൂസയ്ക്കകത്ത് എനിക്ക് അച്ചായൻ വേഷവും നിന്നു, ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ പരിചയം ഇന്നും അച്ചായനായിട്ടുണ്ട്. ബുദ്ധിമുട്ടിക്കാനൊന്നും പോയിട്ടില്ലെങ്കിലും അങ്ങനെ വലിയൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ആദ്യ യാത്രയിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഈ തോമസ് അച്ചായൻ്റെ അവിടുന്ന് ഇത് ആ കടത്തുമെല്ലാം കണ്ട് കുറേ നേരം ആ കടത്തുകാരെ കൊണ്ട് അതിൽ പോകുന്ന ആൾക്കാർ ഇതെല്ലാം കണ്ടിരുന്ന് തിരിച്ചു കുറേ കഴിഞ്ഞ് ഞാൻ തിരിച്ചു റൂമിൽ വരും. റൂമിൽ വന്ന് കയറി വന്ന അറബിയുടെ ഫോണാണ്. ഞാനിക്കങ്ങ് കലിയെന്ന് പറഞ്ഞ സങ്കടവും, ഇത് എന്ത് ചെയ്യാനും നമുക്ക് പറയാൻ വയ്യാത്ത അവസ്ഥയിൽ. അപ്പോൾ ഞാനുണ്ട് അവിടുന്ന് നേരെ റഹ്മാനിക്കടി ഇവരൊക്കെ റൂമിൽ ചെന്നു. ഞാൻ നിൽക്കുക ഇങ്ങനൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ രാജൻ മാഷും ഈ ബഷീറിൻ്റെയൊക്കെ
ചെറുതായിട്ട് ചിരിക്കുക. എന്താണ് അറബി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു? ഞാൻ പറഞ്ഞ അറബി വിളിച്ചിട്ട് അറബിയാ പറയുന്നില്ല എന്നെ പറയും. കാരണം അവർ ഭയങ്കര ചിരി. ഇവർ ചിരി കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇതെന്താ എനിക്കൊരു ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ പോരുന്നതിന് 3-4 ദിവസം മുമ്പാണ് ഈ ബഷീർക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഇന്നലെ അറബി വിളിച്ചു. പറഞ്ഞു, ഇക്ക വിളിച്ചിക്ക. ആ അറബി ഞാനാണ്. കാര്യം ഇക്കൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം പുതിയതായിട്ട് വരുന്ന ഇങ്ങനെ ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാൻ. ഞാൻ ഒരുപാട് വിഷമിക്കുകയും വേദനിക്കുകയും എൻ്റെ ചിന്തകൾ പല രീതി, കാരണം എനിക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല ഈ അറബി കാരണം. എനിക്ക് മറ്റൊന്നും ആസ്വദിക്കാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അവരായിരുന്നു ഇത് ചെയ്തത്. അങ്ങനെ റഹ്മാനിക്കാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു രസമല്ലാടാ എന്ന് പറയും. ഏതായാലും ഇങ്ങനെയുള്ള രസകരമായ കഥകൾ ഇനിയുണ്ട് ഒരുപാട്. ഞാൻ അതുമായിട്ട് ഇനിയും വരാം, നമുക്ക് കാണാം. അതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും കാണാം. സസ്നേഹം, കണ്ണാൻ സാഗർ. ബൈ.